السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين. ഏറെ ബഹുമാനം പറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ചറബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹിദീങ്ങളായി ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ ഭാഗ്യം ലഭിച്ചവരാണ്
ഞാനും നിങ്ങളും എന്ന കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. പരിശുദ്ധ റമദാൻ മാസത്തിൽ ജീവിക്കാൻ അള്ളാഹു നൽകിയത് നമുക്കുള്ള മഹത്തായ ഭാഗ്യമാണ്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, കബറാളികളോട് നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത് എന്ന, അതല്ലെങ്കിൽ ഒരു നിമിഷം ഭൂമിയിൽ ജീവിക്കാൻ അവസരം നൽകാൻ അവർ കൊതിക്കുമ്പോൾ അവർ കൊതിക്കുന്ന ദിവസം റമദാനിലെ ഒരു നിമിഷവും റമദാനിലെ സമയങ്ങളുമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി പഠിപ്പിക്കുന്നുണ്ട്. എത്രമാത്രം പുണ്യങ്ങളും പ്രതിഫലങ്ങളും നേടിയെടുക്കാനും പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാക്കാനും ഒക്കെയുള്ള അവസരങ്ങളാണ് ഈ റമദാൻ കൊണ്ട് ലഭിക്കുന്നത്. റമദാനിന്റെ തുടക്കത്തിൽ നമ്മൾ കേട്ട ഒരു ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് തുൽഹ ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രവാചകനോട് ചോദിക്കുന്ന അത്ഭുതം കൂറിയ ചില വാക്കുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂലെ, 2 പേര് പ്രവാചകന്റെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അതിൽ ഒന്നാമത്തെ വ്യക്തി ഷഹീദായി കൊണ്ടാണ് മരണപ്പെടുന്നത്. എന്നാൽ രണ്ടാമത്തെ വ്യക്തി 1 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വിരിപ്പിൽ വീട്ടിൽ വെച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത്. പ്രവാചകനോടുള്ള ചോദ്യം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ, ഈ കാര്യം ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിമാരോട് ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? ആദ്യം മരണപ്പെട്ട വ്യക്തിയേക്കാൾ 1 വർഷം കൂടി ജീവിക്കാൻ രണ്ടാമത്തെ മനുഷ്യന് ആയുസ് ലഭിച്ചില്ലേ? സഹാബത്ത് പറഞ്ഞു, നഅം, അതെ. രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? അദ്റക റമളാൻ, റമളാനിൽ ആ മനുഷ്യൻ പ്രവേശിച്ചില്ലേ? വസ്വാമഹു, അദ്ദേഹം നോമ്പെടുത്തില്ലേ? ഈ സമയത്ത് സഹാബത്ത് പറയുന്നുണ്ട്, അതേ പ്രവാചകരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം പിന്നെന്തിനാ ഇത്ര അത്ഭുതപ്പെടാനെന്നാണ്. നിങ്ങൾ ആലോചിക്കേ, ഒരു റമദാൻ കൂടി ഒരാളുടെ ജീവിതത്തിൽ ലഭിച്ചപ്പോൾ ഒരു ഷഹീദിനേക്കാൾ മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആ റമദാൻ അയാൾക്ക് പ്രാപ്തി നൽകി എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ വർഷം മരണപ്പെട്ട പലരുമുണ്ട്. അവരെക്കാളും ഒരു റമദാൻ കൂടി നമുക്ക് അല്ലാഹു നൽകിയപ്പോ ഈ റമദാൻ നമുക്ക് എന്ത് നേടിത്തന്നിട്ടുണ്ട് എന്ന ഒരു ആത്മവിചിന്തനം നമ്മൾ നടത്തണം. സഹോദരങ്ങളെ, പലപ്പോഴും ചില ഓട്ടമത്സരങ്ങളെ പോലെയാണ് റമദാനിലേക്ക് ചില ആളുകൾ പ്രവേശിക്കുക. ഓട്ടമത്സരത്തിന്റെ തുടക്കത്തിൽ വളരെ വേഗത്തിൽ ഓടിയവരുണ്ട്. റമദാനിന്റെ 1, 2, 3 ഒക്കെ പള്ളികളിലും അതുപോലെ തന്നെ നമസ്കാരങ്ങളിലും ഖുർആൻ പാരായണങ്ങളിലും ദിക്റുകളിലും എല്ലാം ആവേശവും ശ്രദ്ധയും ഒക്കെ പുലർത്തിയിരുന്ന പലരും റമദാനിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ക്ഷീണിച്ചിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്. അവരൊക്കെ ചിലരൊക്കെ സൈഡായിട്ടുണ്ട്. ചിലരൊക്കെ പെരുന്നാളിന്റെ ഡ്രസ്സ് എടുക്കാനുള്ള തിരക്കുകളിലേക്ക് മാറിയിട്ടുണ്ട്. ചിലരൊക്കെ പെരുന്നാളിന്റെ ആഘോഷങ്ങൾ തകർക്കാനുള്ള പരിപാടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ ബുദ്ധിയുള്ളവൻ, ഓട്ടമത്സരത്തിലെ ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? ഏറ്റവും അവസാനം തന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഏറ്റവും വേഗത്തിൽ ഓടിയെടുത്ത് ഒന്നാമതെത്താൻ പരിശ്രമിക്കുന്നവനാണെങ്കിൽ ഈ റമദാനിന്റെ ഓരോ ദിനങ്ങളിലും പ്രതിഫലങ്ങൾ ഇരട്ടിയായി നൽകപ്പെടുന്ന, ഓരോ ദിനങ്ങൾക്കും പ്രത്യേകതയുള്ള ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട്
ഒരു അലസത നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല, ഒരു അജ്ഞത നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് അവസാനത്തെ 10 കഴിഞ്ഞാൽ അവിടത്തെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താ? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ അവസാനത്തെ 10 റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അവിടുന്ന് പരിശ്രമിക്കുമായിരുന്നു. അവിടുന്ന് ധാരാളമായി കൊണ്ട് ഇബാദത്തുകളിൽ മുഴുകാനുള്ള ശ്രദ്ധയും ശ്രമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മറ്റു സമയങ്ങളിൽ അദ്ദേഹം പരിശ്രമിക്കുന്നതിനേക്കാൾ അവിടുന്ന് ധാരാളമായി കൊണ്ട് പരിശ്രമിക്കും, അവിടുന്ന് ധാരാളമായി കൊണ്ട് ശ്രദ്ധിക്കും. അവിടുത്തെ അവസാന 10 അത് ഇസ്ലാമിന്റെ കർമ്മങ്ങളിലൂടെ ജീവിക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കാലിൽ നീര് വരുമാറ് നിസ്കരിക്കുന്നത് കണ്ട മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാ ഇത്രയും പ്രയാസപ്പെടുന്നത്? എന്തിനാ? വരുന്നതും കഴിഞ്ഞതുമായ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ പൊറുക്കപ്പെട്ട റസൂലല്ലേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മറുപടി എന്താണെന്നറിയോ? അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയായി മാറണ്ടേ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, സഹോദരങ്ങളെ, നമുക്ക് ആ ചിന്തയുണ്ടായിട്ടുണ്ടോ? നമുക്ക് കൈ തന്നു, കാല് തന്നു, കണ്ണ് തന്നു, അതല്ലെങ്കിൽ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അല്ലാഹു നൽകി. എന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയായി മാറണ്ടേ എന്ന ചോദ്യം? സഹോദരങ്ങളെ, വളരെ വ്യക്തമായി നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറണ്ടേ എന്ന ആ ചോദ്യത്തിന് എത്രയെത്ര സൗകര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. സഹോദരങ്ങളെ, ഒരു ഉംറയുടെ അമീറായി പോയ ഒരു വ്യക്തി, അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. മക്കയിൽ ചെന്ന് എല്ലാവരെയും അവിടുത്തെ ഹോട്ടലിൽ, റൂമുകളിൽ പ്രവേശിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ട് പറഞ്ഞു, ഇന്ന സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ താഴെ വരണം, മെസ്സിൽ വരണം എന്ന് പറഞ്ഞപ്പോ ഒരാൾ മാത്രം അമീറിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു അത്രേ, അല്ല, ഞാൻ എന്റെ റൂമിൽ വെച്ച് ഭക്ഷണം കഴിച്ച പോരെ, ഞാൻ വരേണ്ടതുണ്ടോ? എന്റെ റൂമിൽ വെച്ച് ഞാൻ ഭക്ഷണം കഴിച്ച പോലെ ഞാൻ വരണോ എന്ന് ചോദിച്ചപ്പോ അമീർ ഈ വ്യക്തിയോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം? എല്ലാവരും മെസ്സിൽ വരാമെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അദ്ദേഹത്തിന്റെ മുഖത്ത് ധരിച്ചിരുന്ന ആ മാസ്ക് ഇങ്ങനെ പതുക്കെ മാറ്റിയിട്ട് അമീറിന്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കവിളിൽ ചെറിയ ഒരു ദ്വാരമുണ്ട്, എനിക്ക് ക്യാൻസറാണ്. ഈ ദ്വാരം ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ, ഈ ഭക്ഷണം ചവച്ച് അരച്ച് വെള്ളം ഞാൻ കുടിക്കുമ്പോ ചിലപ്പോഴൊക്കെ ആ ദ്വാരത്തിലൂടെ ഭക്ഷണത്തിന്റെ ചില അവശിഷ്ടങ്ങൾ പുറത്തു വരാറുണ്ട്. അത് എൻ്റെ ഒപ്പം വന്നിട്ടുള്ളവർക്ക് അത് കാണുമ്പോ ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാൻ തോന്നിയെന്ന് വരില്ല. അതുകൊണ്ട് എനിക്കൊരു അളവ് തന്നാൽ ഞാൻ റൂമിലിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് എനിക്കിഷ്ടം. കാരണം കുറേയായി ഞാനിങ്ങനെയൊക്കെ എല്ലാവരും ഒത്തൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇതുള്ളത് കൊണ്ട് ഞാനിങ്ങനെ മാറി മാറി പോകലാണ്. നിങ്ങൾ ആലോചിക്കേ നമ്മളൊക്കെ അല്ലെ എത്ര സുഭിക്ഷമായും
എത്ര ബുദ്ധിമുട്ടില്ലാതെയുമാണ് ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്. അവിടെ ആ ഭക്ഷണത്തിന് മുമ്പൊന്ന് വിസ്മി ചൊല്ലണേ എന്ന് പറയുമ്പോൾ അല്ലേ നമ്മൾ പറയാത് മറന്നുപോയി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയണേ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാ ഇതൊക്കെ മറക്കണ്. സഹോദരങ്ങൾ, എന്തുകൊണ്ടാണെന്നറിയോ? ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇതൊക്കെ നടക്കണത് കൊണ്ടാണ്. ഇതൊക്കെ ഇല്ലാത്ത, ഇതിനൊക്കെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിലോ, ഒരു കിഡ്നി രോഗിയുടെ അവസ്ഥ, അദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ പകുതിയെ ഒരു ദിവസം കുടിക്കാൻ പാടുള്ളൂ. ഒരു ദിവസം. അദ്ദേഹം പച്ചവെള്ളത്തിന് വേണ്ടി കൊതിച്ച ദിവസങ്ങളുണ്ടെന്നാണ്. നമ്മൾ ഈ ഉച്ച സമയത്ത് നല്ല വെയിലും കൊണ്ട് ഈ നോമ്പിന് നമ്മളിങ്ങനെ വരുമ്പോൾ വെള്ളം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കൊതിയുണ്ട് അല്ലേ? ഒരു കൊതി നമുക്ക് പച്ചവെള്ളം, സാധാ വെള്ളം, നമ്മളെപ്പോഴും കുടിക്കണ വെള്ളം, പക്ഷെ നല്ല വിശപ്പും നല്ല ദാഹവും ഉള്ളപ്പോൾ ആ വെള്ളം കണ്ടപ്പോൾ നമുക്കുണ്ടായ ഒരു കൊതിയുണ്ട് അല്ലേ? അതിനോടുള്ള ഒരു വല്ലാത്ത ഇഷ്ടമുണ്ട്. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ പറയാ വായക്കിങ്ങനെ ഒട്ടി, വായക്കിങ്ങനെ അല്ലെ ഒന്നുമില്ലാതെ വെള്ളമില്ലാതെ വരണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ ആദ്യം ഒരു ദിവസത്തിൽ കുറച്ച് വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഡോക്ടറിന്റെ അടുക്കലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയാ ഇയാളുടെ ശരീരത്തിൽ പറഞ്ഞതിൽ കൂടുതൽ വെള്ളമുണ്ട്. അയാളെ വിളിച്ചിരുത്തി ചോദിക്കുമ്പോൾ അയാൾ പറയാ എനിക്ക് കുടുംബക്കാരൊന്നും വെള്ളം തരില്ല. എന്നെ കുളിപ്പിക്കാൻ, ഞാൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറുമ്പോൾ അവിടെ വരുന്ന വെള്ളം ഞാൻ കൊതി കൊണ്ട് യഥേഷ്ടം കുടിക്കും. ആ വെള്ളം കുറേ കുടിക്കും. കാരണം എനിക്ക് കൊതിയായിട്ടാണ്, എനിക്ക് വെള്ളം കുടിക്കാനുള്ള ആഗ്രഹമായിട്ടാണ്. ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ പിന്നീട് കുളിക്കാനുള്ള വെള്ളത്തിൽ വേറെ എന്തോ മരുന്നൊക്കെ കലർത്തിയിട്ട് പിന്നെ അദ്ദേഹത്തെ കുളിക്കാൻ എന്ത് ചെയ്യണത്, പ്രവേശിപ്പിക്കണത്. എന്തിനായത്? സഹോദരങ്ങളെ, നമ്മളൊക്കെ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അല്ലാഹ് ചോദിക്കുന്നുണ്ടല്ലോ, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, രണ്ട് ചുണ്ടുകൾ നൽകിയില്ലേ, അതേപോലെ തന്നെ രണ്ട് കണ്ണുകൾ നൽകിയില്ലേ എന്നൊക്കെ അല്ലാഹ് ചോദിക്കുമ്പോ സഹോദരങ്ങളെ, ഇതൊക്കെ അനുഭവിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ? ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ? ഇതിന് എത്ര പ്രയാസം, ഇതിനെ ഖിയാമുൽ ലൈലിൽ എഴുന്നേറ്റ് വന്ന് എന്തിനാ ഇത്തികാഫിലിരിക്കണേ, എന്തിനാ ഇങ്ങനെയൊക്കെ അവസാന സമയത്ത് ഇത്രയധികം ത്യാഗം ചെയ്യണേ? ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. സഹോദരങ്ങൾ, ഈ അവസാന 10ലേക്ക് കടക്കുമ്പോണ്ടല്ലോ പലരിലും ഉണ്ടാകുന്ന അപകടം. ചിലരൊക്കെ ചിന്തിക്കാം മതി, കുറെയൊക്കെ ചെയ്തല്ലോ എന്നാണ്, എന്തൊക്കെ കുറെയൊക്കെ ചെയ്തു എന്ന ചിന്തയാണ് പലർക്കും ഉണ്ടാകുന്നത്. സഹോദരങ്ങളെ, ആ ചിന്തയൊക്കെ വെറുതെയാണ്. നമ്മളൊന്നും ചെയ്തത് കൊണ്ട് സ്വർഗത്തിൽ പോകും എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ഒരാളും അയാൾ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പോവുകയില്ല എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അൻത യാ റസൂലല്ലാഹ്, അങ്ങയും സ്വർഗത്തിൽ പോവുകയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, വല അന, ഞാനുമില്ല, ഇല്ല അയ്യതഗമ്മദനി അല്ലാഹ്, അല്ലാഹ് എന്നെ അവന്റെ റഹ്മത്ത് കൊണ്ട് മൂടിയിട്ടല്ലാതെ. അല്ലാഹുവിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുക, എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണം. ആ കാരുണ്യത്തിന് വേണ്ടി ചോദിക്കണം. നാം ചെയ്ത അമലുകൾ അത് എല്ലാമായി എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കരയിപ്പിച്ച ധാരാളം ആയത്തുകളുണ്ട്. അതിൽപ്പെട്ടൊരായത്താണ് സൂറത്ത് ഗാശിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം എന്താണത്? ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. ആമിലത്തുൻ നാസിബ,
പണിയെടുത്ത് ക്ഷീണിച്ചവരായിട്ടാണ് ചില ആളുകൾ നാളെ കടന്നു വരുന്നത്. പണിയെടുക്കാത്തവരല്ല, അമലുകൾ ചെയ്യാത്തവരല്ല, ദുനിയാവിൽ കഷ്ടപ്പെടാത്തവരല്ല, ദുനിയാവിൽ എല്ലാ നിലക്കും പരിശ്രമിച്ചവരാണ്, പണിയെടുത്തവരാണ്. അമിലത്തുൻ നാസിബാ തസ്ലാ നാറൻ ഹാമിയാ. എന്നിട്ട് അവര് ചെല്ലുന്ന സങ്കേതത്തെ കുറിച്ചല്ല പറയുമ്പോ അവിടെ പറഞ്ഞു തന്ന സങ്കേതം നരകത്തെ കുറിച്ചാണ്. ചുട്ടുപഴുത്ത് തിളച്ചു മറയുന്ന നരകത്തിന്റെ പാനീയങ്ങളെ കുറിച്ചാ. ആ നരകത്തിലേക്കാണ് അവർ പ്രവേശിക്കുന്നത് എന്ന ആയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ എത്ര പ്രാവശ്യം ആയത്ത് കേട്ടേക്കുന്നില്ലേ? എവിടെ എന്തെങ്കിലും ഒരു ഉള്ളില് ഒരു ഇറ്റ് വേദന, ഒരു വിഷമം ഇല്ലേ? നമ്മളൊക്കെ മനസ്സമാധാനത്തിലാണ്. എന്തേ? ഇത്രയും നോമ്പ് കഴിഞ്ഞു, ഇത്രയും നോമ്പെടുക്കാൻ പറ്റി, ഇത്രയും തറാവീഹ് നിസ്കരിച്ചു, ഇത്രയും ഖുർആൻ പാരായണങ്ങൾ ചെയ്തു, സ്വതക്കകൾ കൊടുത്തു. എന്നാൽ ഈ ആയത്ത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ഈ അവസാന 10 മതി എന്ന തീരുമാനമല്ല, പോരാ എന്ന തീരുമാനം നമുക്ക് ഉണ്ടാവേണ്ടത്. ഇതുകൊണ്ട് അവിടെ തീർന്നു, അവസാനിപ്പിക്കാം, കുറെയൊക്കെ ചെയ്തല്ലോ, അല്ല, മതിയായിട്ടില്ല, പോരാ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കിനിയും ചെയ്യാനുണ്ട്, എനിക്കിനിയും എന്റെ റൂഹ് എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് അതിങ്ങനെ പിരിഞ്ഞ് 3 കഷ്ണം തുണിയിൽ എന്നെ പൊതിഞ്ഞ് എന്നെ പേര് വിളിക്കാതെ മയ്യത്തെന്ന് ആളുകൾ വിളിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് വരെ എനിക്ക് അമലുകൾ ചെയ്യാനുണ്ട്, കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, എന്റെ റബ്ബിനെ ഇബാദത്ത് എടുക്കാനുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സഹാബാ അത്തദ്റൂന മൽ മുഫ്ലിസ്, സഹാബത്തെ നിങ്ങൾക്ക് മുഫ്ലിസ് ആരാണെന്നറിയുമോ? പാപ്പര് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയുമോ എന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങളുടെ കൂട്ടത്തില് പാപ്പരെന്ന് പറഞ്ഞാൽ വലാ ദിർഹം വലാ ദീനാർ, പണമില്ലാത്തവൻ, ദിർഹമില്ലാത്തവൻ, ദീനാറില്ലാത്തവനെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പരെന്ന് അറിയപ്പെടുന്നത്. ഞങ്ങൾ പാപ്പരെന്ന് വിളിക്കുന്നത് അവരെയാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഈ ഉമ്മത്തിലെ പാപ്പനെന്ന് പറഞ്ഞാൽ അവര് നാളെ പരലോകത്ത് കടന്നു വരുന്നവരാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, വെറും കയ്യോടെ കടന്നു വരുന്നവരെന്നല്ല, ഒന്നുമില്ലാതെ കടന്നു വരുന്നവരെന്നല്ല. അവര് കടന്നു വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവര് ബിസ്വലാത്തിൻ, നിസ്കാരം കൊണ്ടാണ്, അതുപോലെ തന്നെ സക്കാത്തിൻ, സക്കാത്ത് കൊണ്ടാണ്, അതുപോലെ തന്നെ സിയാമിൻ, അവര് നോമ്പ് കൊണ്ടൊക്കെയാണ് കടന്നു വരുന്നത്. പണിയെടുക്കാത്തവരായിട്ടല്ല കടന്നു വരുന്നത്, എല്ലാം ചെയ്തവരായിട്ടാണ് കടന്നു വരുന്നത്. പക്ഷേ ഒരാളുടെ ധനം അന്യായമായി തിന്നിട്ടുണ്ട്, ഒരാളെ കുറിച്ച് അന്യായം പറഞ്ഞിട്ടുണ്ട്, ഒരുത്തന്റെ ഹക്കിടപാട് അവനുമായിട്ടുണ്ട്, അത് കൊടുത്തിട്ടില്ല, പിടിച്ചു വച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹുമായിട്ടുള്ള ഇടപാടുകളിൽ വീഴ്ച വന്നിട്ടുണ്ട്. ഒരുത്തന്റെ രക്തം അന്യായമായി ചീന്തിയിട്ടുണ്ട്, അവനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നാളെ കടന്നു വരുന്ന, പരലോകത്ത് കടന്നു വരുന്ന മനുഷ്യനെ ഉണ്ടല്ലോ, അവന്റെ നന്മകളൊക്കെ തന്നെ ആർക്കാണോ ഉപദ്രവം ചെയ്തിട്ടുള്ളത് അവർക്ക് വീതിച്ചു കൊടുക്കുകയാണ്.
അവന്റെ നന്മകൾ തീർന്നു പോയാൽ ഏതിനു മുമ്പാണെന്നറിയോ? ഈ ചെയ്തു പോയ ആളുകളോടുള്ള അന്യായങ്ങൾക്കുള്ള പകരമായി നന്മകൾ കൊടുക്കുന്നിടത്ത് അവന്റെ നന്മകൾ തീർന്നു പോയാൽ ആ മനുഷ്യന്മാരുടെ പാപങ്ങൾ എടുത്തുകൊണ്ട് ഈ മനുഷ്യന് കൊടുക്കുന്നതാണ്. എന്നിട്ട് അവന് നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എത്ര ഗൗരവമുണ്ട് നമ്മൾ ചിന്തിക്കണം, എത്ര ഗൗരവമുണ്ട് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഒരാളെയും അന്യായമായി ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല, ഒരാളുടെയും സമ്പത്ത് നമ്മുടെ കയ്യിൽ നാം എടുത്തു വച്ചിട്ടില്ല, നാം ഒരാളുടെയും പറമ്പോ സ്വത്തോ സമ്പത്തോ ഒന്നും നാം വാങ്ങിയെടുത്തിട്ടില്ല, അതൊന്നും കൊടുക്കാതെ നമ്മൾ പൂത്തിവെച്ചിട്ടില്ല. ഒരാളുടെയും അവകാശം അത് എത്ര ചെറുതാണെങ്കിൽ പോലും ഇല്ല, നാം അത് എടുത്തു വച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റണം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ യുദ്ധക്കളത്തിൽ നിന്ന് അതേ അമ്പ് ശരീരത്തിൽ തറച്ചുകൊണ്ട് ഷഹീദായി കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ സ്വഹാബത്ത് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിന്റെ അവകാശിയാണല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് അതിങ്ങനെ ചുവന്നു പോവുകയാണ്. ചുവന്ന് തുടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാ, ഹുവ മിൻ അഹ്ലിന്നാർ, ഇവൻ നരകത്തിന്റെ അവകാശിയാ. സഹോദരങ്ങൾ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലാഹുവിന്റെ റസൂല് പറയാ നരകത്തിന്റെ അവകാശിയാണ്. സ്വഹാബത്ത് ഇങ്ങനെ അന്വേഷിക്കുകയാണ്, എന്തേ അല്ലാഹുവിന്റെ റസൂല് അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഈ ഇത്രയും ഭൗതികമായി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സജ്ജീകരണങ്ങളിലും മുന്നിലുണ്ട്. യുദ്ധത്തിലാണ് മരണപ്പെട്ടത്, അതേ ധർമ്മസമരത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് മരണപ്പെട്ടത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നരകത്തിലാണെന്നാണ്. അങ്ങനെ സ്വഹാബത്തെ ഇങ്ങനെ അന്വേഷിക്കുമ്പോ സഹോദരങ്ങളെ, ഗനീമത്ത് സ്വത്ത് വീതം വെക്കുന്നതിന് മുമ്പ് ഒരു പുതപ്പുണ്ടല്ലോ, ആ പുതപ്പ് ഈ മനുഷ്യൻ കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്താ കൈവശപ്പെടുത്തിയ ഒരു പുതപ്പ്? എന്തിനു മുമ്പ്? ആ മുസ്ലിമീങ്ങളുടെ സമ്പത്ത് അത് വീതം വെച്ച് ഓരോരുത്തർക്കും കൊടുക്കുന്നതിന് മുമ്പ് ഒരു പുതപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയാ, ആ മനുഷ്യൻ നരകത്തിന്റെ അവകാശിയാണ്. ഇനി ചിന്തിക്കുക, ജീവിതത്തിൽ നമ്മളൊക്കെ ഇടപെട്ട മേഖലയിൽ, നമ്മളൊക്കെ ഈ റമദാനിൽ ധാരാളം നന്മകൾ ചെയ്യുമ്പോൾ ഇടപെടുന്ന മേഖലകളിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ പാളിച്ചകളും പരിഹരിക്കേണ്ട കാര്യങ്ങളുണ്ടോന്ന് സഹോദരങ്ങളെ തീരുമാനിച്ചു. സമയം കളയാനില്ല. അല്ലെ, കഴിഞ്ഞു പോയ അടുത്ത റമദാനിൽ നോക്കി ചില ആൾക്കാർ പറയുന്നത് ഇപ്പൊ അങ്ങനെയാ, എന്തായാലും ഇതിപ്പോ തീരാറായി, ഇനിയിപ്പോ ഇതുമ്പോ പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് ഇനി അടുത്ത റമദാനും സഹോദരങ്ങളെ റമദാനൊക്കെ വരും, ഞാനും നിങ്ങൾ ഉണ്ടാകുമെന്ന് ആരാ നമുക്ക് ഉറപ്പ് തന്നെ? ആരാ നമുക്ക് ഉറപ്പ് തന്നെ? ഈ റമദാനിന്റെ രണ്ടാമത്തെ പത്തിൽ ഒരു മനുഷ്യൻ തറാവീഹ് നിസ്കരിച്ച് പിന്നീട് വീട്ടില് വെളുപ്പിനെ അത്താഴത്തിന് എഴുന്നേറ്റപ്പോ ഒരു 2 റക്അത്ത് നിസ്കരിച്ചേക്കാമെന്ന് വിചാരിച്ച് ഒന്നുവെടുത്ത് പായയിൽ നിന്ന് കൈ കിട്ടിയപ്പോ ഒന്നുമില്ല, അങ്ങോട്ട് മറിഞ്ഞു വീണു. അപ്പൊ തന്നെ മരിച്ചു. ഒന്നുമില്ല, എവിടെയും കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല. തലേ ദിവസത്തെ തറാവീഹിനും പള്ളിയിലും ജമാഅത്തിന് കൃത്യമായി പങ്കെടുത്ത മനുഷ്യനാ. രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റപ്പോ കൊഴഞ്ഞു വീണു മരിച്ചു. സഹോദരങ്ങളെ, മനുഷ്യന്മാർ അത്രയേ ഉള്ളൂ, നമ്മളൊക്കെ അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ എങ്ങനെയോ എവിടെയൊക്കെ കാരണങ്ങൾ പറഞ്ഞ് മരിച്ചു തീരേണ്ടവരാ. അതുകൊണ്ട് അടുത്ത റമദാനിൽ ശരിയാക്കാവുന്ന ആരെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം അപകടമാണ്. ഈ റമദാനിൽ ഇനിയുള്ള ദിനങ്ങളിൽ, ഇനിയുള്ള നിമിഷങ്ങളിൽ, സമയങ്ങളിൽ നമ്മൾ റബ്ബിനോട് നമുക്കുള്ള കാര്യങ്ങളെ ഏറ്റുപറയണം. അതിൽ ഏറ്റവും വലുതെന്താണെന്നറിയും? ഏറ്റവും വലുതെന്താ? ഇസ്തിഗ്ഫാർ. ഏറ്റവും വലുത്
സഹോദരങ്ങളെ, അത് റമദാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു വിഷയമാണ്. അതൊന്നും ചെറുതായി നമ്മൾ കാണാൻ പാടില്ല. അല്ലാണ്ട് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇങ്ങനെ മിമ്പറിലേക്ക് കയറുമ്പോ അല്ലേ ആമീൻ 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 എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ അധരങ്ങളിൽ നിന്ന് സ്വഹാബത്ത് കേൾക്കുന്നുണ്ട്. ആ മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് ഒരാളും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കേട്ടില്ല, താങ്കൾ ആമീൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പതിവില്ലാതെ ആമീൻ പറഞ്ഞതെന്ന് പറയുമ്പോ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്? ഒരാൾക്ക് റമദാൻ ലഭിച്ചിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് റമദാൻ അയാളിൽ നിന്ന് കടന്നു പോകുന്നതെങ്കിൽ അയാൾക്ക് നാശമുണ്ടാകട്ടെ, അയാൾ നശിച്ചു പോകട്ടെ, അയാൾക്ക് റഗിമ അൻഫുൻ എന്നിങ്ങനെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു റമദാൻ കിട്ടിയത് സന്തോഷമാണെങ്കിൽ ആ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അത് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞുകൊണ്ടാണ് പോകുന്നത് എന്ന ഉറപ്പ് വരുത്താൻ, അല്ലെ, കരഞ്ഞ കണ്ണുകളുമായി എത്ര നേരം റബ്ബിന്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ തെറ്റുകൾ പറയാൻ സാധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. നിങ്ങൾ ആലോചിച്ചിട്ട്, മഹാനായ സ്വഹാബിയാണ് അല്ലേ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെയൊക്കെ തൗബ നമ്മളിങ്ങനെ ചരിത്രത്തിൽ വായിക്കുമുണ്ടല്ലോ. നമ്മളൊക്കെ തൗബ ഒന്നും ചെയ്യണില്ല, നമ്മളൊന്നും ഇസ്തിഗ്ഫാർ നടത്തണില്ല എന്ന് തോന്നിപ്പോകും വിധം അദ്ദേഹത്തിന്റെ തൗബയൊക്കെ ഹദീസുകളിൽ വിശദമായി തന്നെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇതാ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലേ, തുഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്നെ ഒന്ന് ശുദ്ധിയാക്കണം. അല്ലാഹുവിന്റെ റസൂല് മാഇസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല മാഇസേ, എന്തിൽ നിന്നാണ് നിന്നെ ഞാൻ ശുദ്ധിയാക്കേണ്ടത്? അതിനു മുമ്പ് അല്ലാഹുവിന്റെ റസൂല് മാഇസ് റളിയല്ലാഹു അൻഹുവിനെ 4 പ്രാവശ്യം മടക്കി വിടുകയാണ്. ഇർജിഅ, മടങ്ങിക്കോ മാഇസേ, ഫസ്തഗ്ഫിരില്ലാഹ്, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ മാഇസേ, വതുബ് അലൈഹി, അല്ലാഹുവിനോട് തൗബ നടത്തിക്കോ മാഇസേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ഫറജഅ ഗൈറ ബഈദിൻ, അദ്ദേഹം ഇങ്ങനെ മടങ്ങുകയാണ്. കുറച്ചു ദൂരം അങ്ങ് ചെല്ലുമ്പോ വീണ്ടും പ്രവാചകന്റെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ട്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഒന്ന് ശുദ്ധിയാക്കണം. മാഇസ് റളിയല്ലാഹു അൻഹു പോകാൻ പറ്റണില്ല. മടങ്ങി ചെല്ലുമ്പോഴും പകുതി വെച്ചുകൊണ്ട് തിരിച്ചു വരെ എത്ര പ്രാവശ്യം എന്നറിയോ? 2, 3, 4 പ്രാവശ്യം മടങ്ങി പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലെ ശുദ്ധിയാക്കണം. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അല്ല മാഇസ്, എന്തിൽ നിന്നാണ് നിന്നെ ശുദ്ധിയാക്കേണ്ടത്? മാഇസ് റളിയല്ലാഹു അൻഹു പറയാ, മിനസ്സിനാ, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് റസൂലെ, ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, അതിൽ നിന്ന് എന്നെ ശുദ്ധിയാക്കണം റസൂലേ എന്ന് മാഇസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, മാഇസിന്റെ അടുക്കൽ പോയിട്ടൊന്ന് നോക്കണം. എന്തിനാണെന്നറിയോ? മാഇസ് എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ? മാഇസ് എന്തെങ്കിലും എന്തെങ്കിലും കള്ളു കുടിച്ചിട്ട് പിച്ചുമ്പേയും പറഞ്ഞു പോകുന്നതാണ് മാഇസ് എന്ന് നോക്കണേ എന്ന് സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. സ്വഹാബത്ത് മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, പ്രവാചകരെ, ഒന്നും കാണുന്നില്ല, ഒരു ഖംറിന്റെയും മണമില്ല, ഒരു ലഹരിയും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോ മാഇസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിക്കുന്നുണ്ട്, അസനൈത,
താങ്കൾ വ്യഭിചരിച്ചോ എന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ പറയുന്നു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അത് ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. പറയുന്ന മാഇസ് റളിയല്ലാഹു അൻഹുവിനും അറിയാം, കേൾക്കുന്ന പ്രവാചകനും അറിയാം, വ്യഭിചാരത്തിനുള്ള ശിക്ഷ കല്ലെറിഞ്ഞു കൊല്ലലാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ടെന്നല്ല മാഇസ് റളിയല്ലാഹു അൻഹു പറയണേ, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ കല്ലെറിഞ്ഞു കൊല്ലണേ എന്നാണ്. എന്നെ കല്ലെറിഞ്ഞു കൊല്ലണ റസൂലേ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്നല്ലേ പറയണേ. മടക്കി തന്റെ ജീവിതത്തിലേക്കോ തന്റെ പ്രവർത്തനങ്ങളിലേക്കോ തന്റെ ദുനിയാവിലേക്കോ ഇനിയൊരു മടക്കില്ല. കാരണം താൻ ചെയ്തു പോയ തെറ്റ് അത് കല്ലെറിഞ്ഞു കൊല്ലുകയെന്ന ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ഒരു പണിയാണല്ലോ ഞാൻ ചെയ്തു പോയത്. അതുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറയുന്നുണ്ട്, ഇഖ്തുലിനി ബിൽ ഹിജാറ, എന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ പറയുന്ന മാഇസ് റളിയല്ലാഹു അൻഹുവിനോട്, അതേ മാഇസ് റളിയല്ലാഹു അൻഹുവിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ സഹാബത്തിനോട് കൽപ്പിക്കുകയാണ്. ഇതിങ്ങനെ ആ വിധി അങ്ങ് നടപ്പിലാക്കുമ്പോ സഹാബത്തിന്റെ ഇടയിൽ രണ്ട് കൂട്ടരുണ്ടാകുന്നുണ്ട്. ഒരു കൂട്ടരെന്താണെന്നറിയോ? മാഇസ് നശിച്ചു പോയിട്ടുണ്ട്, മാഇസിന് എന്തു പറ്റി, എന്തുകൊണ്ടാ മാഇസ് തെറ്റ് ചെയ്തത് എന്ന് പറയുന്നൊരു കൂട്ടരുണ്ടായി. രണ്ടാമത്തെ കൂട്ടരെന്താണെന്നറിയോ? മാഇസിന് അന്ന് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന കൂട്ടരാണെങ്കിൽ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് 2 ദിവസങ്ങൾക്കപ്പുറം സഹാബത്തിന്റെ അടുക്കലേക്ക് അവരിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മാഇസിന് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. ആരോടാ പറയണേ? സഹാബത്തിനോടാ പറയണേ. സഹാബത്തിന്റെ ചോദ്യം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഗഫറല്ലാഹു ലിമാഇസ് ഇബ്നു മാലിക്, മാഇസിന് അല്ലാഹു പുറത്തു കൊടുത്തോ? അല്ലാഹുവിന്റെ റസൂലേ, മാഇസിന് അല്ലാഹു പുറത്തു കൊടുത്തോ? അല്ലാഹുവിന്റെ റസൂല് പറയാ, ലഖദ് താബ തൗബതൻ ലൗ ഖുസിമത് ബൈന ഉമ്മത്തിൻ ലവസിഅതുഹും, മാഇസിന്റെ തൗബ ഈ ഉമ്മത്തിന്റെ മേൽ വിധിച്ചു കഴിഞ്ഞാൽ, മാഇസിന്റെ തൗബ ഈ ഉമ്മത്തിന്റെ മേലുള്ള എല്ലാത്തിനും പരിഹാരമാകുന്ന രൂപത്തിൽ വിശാലമായ തൗബയാണ്, വിശാലമായ തൗബയാണ്. അങ്ങനെ ഒരു തൗബ വേറെ ആർക്കും ചെയ്യുന്ന അർത്ഥത്തിലില്ല എന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂല് മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ തൗബയെ കുറിച്ച് പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കണം. ഇങ്ങനെ ഒരു തെറ്റിനെ നമ്മൾ റബ്ബിനോട് ഏറ്റു പറഞ്ഞു, അല്ലാഹ് ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലാഹ് വന്നു പോയിട്ടുണ്ട് റബ്ബേ, അറിഞ്ഞു ചെയ്തതാണ് റബ്ബേ, അറിഞ്ഞു ചെയ്തു പോയതാണെന്ന എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത ഓരോന്നും എണ്ണി എണ്ണി എടുത്ത് റബ്ബിനോട് പറയാൻ ഈ റമദാൻ വന്നിട്ട് നമുക്ക് ഒരു നിമിഷമെങ്കിലും സാധിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, അല്ലെ, തറാവീനൊക്കെ നിൽക്കുമ്പോ എപ്പോഴും ഇമാമ നിർത്താൻ നമുക്കറിയാം. നമ്മളിങ്ങനെ സമയം നോക്കും, 9 ആയിട്ടുണ്ട്, ഒരു അരമണിക്കൂർ കൂടെ ഉള്ളൂ, ഒരു സമാധാനം. 10 മണിയാക്കുമ്പോഴത്തേനും തറാവിയൊക്കെ തീരുമല്ലോ, അല്ലെ? ഒരു സമാധാനത്തിലാണ് നമ്മൾ. അങ്ങനെയൊക്കെയുള്ള ഒരു ക്രമീകരണങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അതല്ലാതെ ഒരു ആത്മാർത്ഥമായി, അല്ലെ, നമ്മൾ ഇങ്ങനെ യഥേഷ്ടം രാത്രി ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്ന രൂപമൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ സ്വഹാബത്ത് പറയാ, ഞങ്ങൾ ഇശാ കഴിഞ്ഞപ്പോ നിന്നതാണ്, ഞങ്ങൾ പേടിച്ചു സുബഹി ബാങ്ക് കൊടുത്തു പോകുമോ എന്ന് ഞങ്ങൾ പേടിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂലൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൊക്കെ അത്ര ദീർഘമായി നിസ്കരിച്ചിട്ടാണ് അവർ ഈ രൂപത്തിലൊക്കെ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നതെങ്കിൽ നമ്മളൊക്കെ എത്ര തൗബ ചെയ്യണം സഹോദരങ്ങളെ? നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ നടത്തണം? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ പോരാ, അത് നമ്മൾ എപ്പോഴും പറയണതാണ്. മറിച്ചോ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്തു പോയ തെറ്റുകളെ റബ്ബിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് അന്ന് വന്നു പോയിട്ടുണ്ടെന്ന ഇനിയൊരു മടക്കം ആ തെറ്റിലേക്കില്ല. ചിലരൊക്കെ ഇപ്പോഴേ തീരുമാനിച്ചു വെച്ചേക്ക റമദാൻ കഴിഞ്ഞിട്ടാകാം പലതും. റമദാനല്ലേ, ഇപ്പൊ ചെയ്യാൻ പറ്റില്ലല്ലോ,
ഒരു ലോൺ പാസ്സായി കിടക്കുന്നുണ്ട്, റമദാൻ കഴിഞ്ഞിട്ട് എടുക്കാം. ഇപ്പൊ തന്നെ എടുത്തോ, കാര്യമില്ല. റമദാൻ കഴിഞ്ഞെടുത്താലും ഉപ്പ് എടുത്താലും ഒക്കെ കണക്കാം അയാളെ സംബന്ധിച്ചിടത്തോളം. ചില ആളുകൾ റമദാനായപ്പോ കുറെ തിന്മകളൊക്കെ ഒഴിവാക്കി ഇല്ലേ? റമദാനിന്റെ പകലിൽ ആ സിഗരറ്റ്, ഞാൻ പറയാ ഇന്ന് MDM ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരനെ കുറ്റം പറയണത് സിഗരറ്റ് വലിക്കണ ഉപ്പാണ്. ഒരു അർഹതയില്ല ഉപ്പാക്ക്. ഒരു അർഹതയില്ല. അവൻ പറയും ഉപ്പ സിഗരറ്റിലാണ് വീണെങ്കിൽ ഞാൻ MDM-ലാ വീണത്. അവനെ തിരുത്താ ഉപ്പാക്ക് എന്താ അവകാശമില്ല? ഒരു അവകാശമില്ല. ബീഡിക്കുറ്റി വലിച്ചുകൊണ്ടും മുറുക്കാൻ വലിച്ചുകൊണ്ടും നടക്കണ ഉപ്പമാർക്ക് അവകാശമില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി മക്കൾക്ക് മാതൃകയാകണം. അതിന് റമദാൻ നമുക്ക് പ്രാപ്തി നൽകിയിട്ടുണ്ടോ ഒരാലോചിക്കണം. ഒരു ആത്മ വിശുദ്ധിയും ശുദ്ധീകരണവും നമുക്ക് നൽകിയിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇല്ലെങ്കിൽ വെറുതെ അല്ലാഹു റസൂൽ പറഞ്ഞു, റബ്ബ സ്വാഇം, എത്രയെത്ര നോമ്പുകാരാണ്, റബ്ബ ഖായിം, എത്രയെത്ര രാത്രി നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവരാണ്, അവർക്ക് ആ നിസ്കാരം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു എന്നല്ലാതെ അവർക്ക് ആ നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവും സഹിച്ചു എന്നല്ലാതെ അവർക്ക് അതുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അവര് മനസ്സിൽ ഇങ്ങനെ താലോലിക്കുകയാണ്, ഇനിയൊരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ചെയ്ത തിന്മകളൊക്കെ വീണ്ടെടുക്കാമല്ലോ, ഞാൻ വീണ്ടും കൊണ്ടുവരാലോ. കേബിളൊക്കെ ഒഴിവാക്കിയ ആളുകൾ ഇപ്പോഴെ വിളിക്കാണ്, മറക്കല്ലോ പെരുന്നാൾ തിങ്കളല്ലെങ്കിൽ ചൊവ്വേട്ടോന്ന്. എന്തിനപ്പത്? എന്തിനാ ആ പെരുന്നാളിന്റെ ഉച്ചക്ക് എല്ലാ റമദാനിന്റെ നന്മകളൊക്കെ കളയാൻ വീട്ടിലിങ്ങനെ ഇരുന്ന് റമദാനിന്റെ പ്രത്യേക പരിപാടികൾ അതൊക്കെ ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പില ഇപ്പോ മുസ്ലിം ഉമ്മത്ത് പലരും. ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു പല സിനിമക്കും പല യുവാക്കളും. സഹോദരങ്ങൾ, എന്തിനാ ഇതൊക്കെ? എന്തിനാ? കഴിഞ്ഞ റമദാനിൽ ഏതോ ഒരു പുതിയ സിനിമ ഇറങ്ങിയത് റമദാനിന്റെ ഇടക്ക. അപ്പോ എത്തിക്കാഫിലിരിക്കുന്ന കുട്ടികളുടെ പണി എന്താണെന്നറിയോ? ടിക്കറ്റ് ബുക്ക് ചെയ്ത്. എന്തിനാ പാവമാരി എത്തിക്കാഫിൽ ഇരുന്നിട്ട്? ഞാൻ പറയാ സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിച്ചത് എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി. റമദാൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടി, ഒരു ജുമ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലെ മുഴുവൻ ശരിയായിട്ടുണ്ട്. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ച കാര്യമില്ല, ഇസ്ലാം പഠിപ്പിച്ച കാര്യമില്ല. പിന്നെയോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരണത് വന്നു പോയ അപാകതകളൊക്കെ തിരുത്തി അതൊക്കെ ഒഴിവാക്കി ഇനി അതിലേക്ക് മടങ്ങില്ല എന്ന് തീരുമാനിച്ച് ഒരു പുതിയ മനുഷ്യനായി, ഒരു നല്ല കുടുംബമായി, ദീനി ചുറ്റുപാടിൽ അല്ലെ ജീവിക്കാൻ വേണ്ടിയാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു മാസത്തേക്ക് അല്ലെ, ഒരു മാസത്തിന്റെ ആളായി, ഒരു മാസത്തിന്റെ വക്താവായി, ആ മാസത്തിൽ മാത്രം നന്നായി ബാക്കിയുള്ള മാസങ്ങളൊക്കെ വെടക്കായി ജീവിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ജീവിച്ചവന് ഈ റമദാനിൽ ഒന്നും കിട്ടൂല. ഈ റമദാനിൽ ഒന്നും കിട്ടൂല. എന്താ കാരണം? അവന്റെ നിയ്യത്ത് തന്നെ അതാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ തൗബയെ ശ്രദ്ധിക്കണം. അല്ലാഹുവോട് ഏറ്റു പറയണം, ചെയ്തു പോയതൊക്കെ പറയണം. വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ മരിക്കാൻ നോക്കിക്കണ്ട. മരിച്ചു കഴിഞ്ഞ് ആ മയ്യത്തിന്റെ മുമ്പിൽ ഇങ്ങനെ മൈക്കെടുത്ത് ഇമാമ് പറയാ, മയ്യത്തുമായി വാക്കാലോ പ്രവർത്തിയാലോ. ഇതിനിപ്പോ അതിന് വച്ചുകൊണ്ടിരിക്കണേ. എന്തെങ്കിലുമൊക്കെ വരുമ്പോ തന്നെ അന്ന് തന്നെ വിളിക്കാം, എടാ അപ്പൊ പറ്റിപ്പോ അപ്പൊ ദേഷ്യായിരുന്നു, സോറി കേട്ടോ, ക്ഷമിക്കൊന്നും വച്ചേക്കല്ലോ കേട്ടോ, മനസ്സിലൊന്നും വേണ്ടട്ടോ, അങ്ങോട്ട് പറഞ്ഞു തീർത്തു നോക്കി സഹോദരങ്ങളെ, അങ്ങോട്ട് പറഞ്ഞു തീർത്തു നോക്കി. അങ്ങനെ പറയുന്നവർക്കല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ ഈ പ്രാർത്ഥന അവകാശമുള്ളൂ. ഏത് പ്രാർത്ഥന? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലേ ലൈലത്തുൽ ഖദറാണെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത്, അങ്ങനെ എങ്ങാനും ആണെന്ന് തീരുമാനമുള്ള വിചാരിക്കുന്ന സമയങ്ങളിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ പ്രാർത്ഥിക്കേണ്ടേ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫ്വുൻ. ചില ആളുകൾ അഫ്വുൻ കരീം എന്ന് പറയാറുണ്ട് അല്ലേ? ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അത് എന്തില്ല, അസ്ലിയായി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അപ്പൊ കരീം എന്നുള്ള ലഫ്ദ് എന്തില്ല, അതിലേക്ക് ചേർത്ത് വെക്കേണ്ടതില്ല. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്താ അർത്ഥം? അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്തു തരുന്നവനാണ്. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് തന്നെ
എനിക്കു നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ അല്ലാ. ആരെ പ്രാർത്ഥിക്കണേ? ഭാര്യനോട് വിട്ടുവീഴ്ച ചെയ്യാത്തവൻ. ഹേയ്, അള്ളാനോട്. മക്കളോട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാത്തവൻ അള്ളാനോട് പറയാ, അല്ലാ വിട്ടുവീഴ്ച ചെയ്തു തരണേ. അയൽവാസിയോട് വിട്ടുവീഴ്ച ചെയ്യാത്തവൻ അള്ളാനോട് പറയാ, എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണേ. ഉപ്പാനോട് എന്തോ ഒരു കാര്യത്തിന് ഉപ്പ ചെയ്തു തരില്ല എന്ന് പറഞ്ഞു. അത് നമുക്കപ്പ ആവശ്യമുള്ള കാര്യമില്ല. അന്ന് തുടങ്ങിയതാ യുവാവ്. ഉപ്പാനോട് മിണ്ടണില്ല, ഉമ്മാനോട് മിണ്ടണില്ല. എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണേ. സഹോദരങ്ങളെ, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ചെറിയ വിട്ടുവീഴ്ച നമ്മൾ ചെയ്തു കൊടുക്കണില്ലെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണില്ല എന്താ അർത്ഥം? അള്ള നമുക്ക് വിട്ടുവീഴ്ച ചെയ്തരോ? അള്ള ചോദിക്കില്ല, നീ ആദ്യം നിനക്ക് പറ്റണമൊക്കെ ചെയ്തു കൊടുക്ക്, എന്നിട്ട് നീ എന്നോട് വിട്ടുവീഴ്ച ചോദിക്ക്. സഹോദരങ്ങളെ, കുടുംബക്കാരോട്, അനിയന്മാരോട്, സ്ഥലത്തിന്റെ പേരിലും സ്വത്തിന്റെ പേരിലും ഒക്കെ പിണങ്ങി ഇപ്പോഴും മരിക്കാൻ കാത്തിക്കണവരുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആ തലഭാഗത്ത് വന്നൊന്ന് കണ്ടിട്ട് വരുന്നിട്ട് പറയുന്നത്, ഓ വന്നല്ലോ, നന്നായിട്ട് ഇപ്പെങ്കിലും വന്നല്ലോ എന്ന് ആൾക്കാര്. എന്നാലും അനിയനത് കണ്ടിട്ടില്ല, ജ്യേഷ്ഠനത് കണ്ടിട്ടില്ല, അവര് തമ്മിൽ മിണ്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നും കെട്ടിപ്പിടിച്ചിട്ടില്ല. ഒരു ഖുത്ബയിലെ ഒരു ഹദീസ് പറഞ്ഞു. ചിലത് അങ്ങനെയാ. ഒരു ഹദീസ് ഒരു മിമ്പറിൽ നിന്ന് പറഞ്ഞപ്പോ എന്താണെന്നറിയോ? ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം. ഹദീസ് എത്ര പ്രാവശ്യം കേട്ടേക്കണ? കുടുംബ ബന്ധം മുറിച്ചവൻ എന്ത് ചെയ്യൂല? സ്വർഗത്തിൽ പോകൂല. അന്നത്തെ ഖുത്ബ കഴിഞ്ഞ് ഖത്തീബിന് ചെലവിന് കൊണ്ടുപോകണ ഒരു മനുഷ്യരുണ്ട്. അയാളെ കാണില്ല. ഖത്തീബ് വിചാരിച്ചു അയാൾ ഉണ്ടാവൂല. കുറെ നേരം കഴിഞ്ഞപ്പോ വെയിലത്ത് ചൂടും കൊണ്ട് വിയർത്ത് ഓടി വരുന്നുണ്ട് ഇയാള് വന്നിട്ട് ഇയാളോട് ചോദിച്ചു, അല്ല നിങ്ങളവിടെ പോയേക്കിരുന്നു? ഇയാള് പറഞ്ഞു, നിങ്ങളാ ഹദീസ് പറഞ്ഞല്ലോ, ഞാനും എൻ്റെ അഞ്ചത്തിയും തമ്മിൽ മിണ്ടാഞ്ഞിട്ട് കുറച്ചാളായി. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ട് കുറച്ചാളായി. അവളുടെ ഒരു പ്രശ്നം, ഞാൻ മിണ്ടായികയൊന്നുമില്ല. എന്നാലും എനിക്ക് ഈ ഹദീസ് കേട്ടപ്പോൾ ഒരു പേടി, എനിക്ക് സ്വർഗം കിട്ടൂല റബ്ബേ. ഞാൻ ഓടി എൻ്റെ അഞ്ചത്തിയുടെ വീട്ടിൽ ചെന്നു. ഞാൻ വീട്ടിലേക്ക് ഗേറ്റ് തുറക്കണ കണ്ടപ്പോണ്ടല്ലോ, എൻ്റെ അനിയത്തി എൻ്റെ അടുക്കലേക്ക് ഓടി വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു, കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കാക്ക ഞാൻ കുറേ വിചാരിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരണം, പക്ഷേ സമയം കിട്ടിയില്ല, പറ്റുന്നുണ്ടായിരുന്നില്ല. കാക്ക വന്നല്ലോ, എനിക്ക് വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞു വെള്ളമൊക്കെ തന്നിട്ടാണ് എന്നെ വിട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്ര ഉള്ളൊരു പിണക്കം എന്ന് പറഞ്ഞാല്. നമ്മളിങ്ങനെ കൊണ്ടടക്കണ വലിയ പിണക്കങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇത്ര ഉള്ളു. ഒന്ന് പോയി ഒന്നിരുന്ന്. സഹോദരങ്ങളെ, നമ്മൾ പറയാ എന്താണ്, ഈഗോ സമ്മതിക്കണില്ല. ആരുടെ ഈഗോ? സഹോദരങ്ങളെ, മരിച്ചിട്ടേ റൂഹ് അങ്ങോട്ട് പോയിട്ട് ശരീരങ്ങൾ മയ്യത്ത് കുളിപ്പിച്ചിട്ടില്ലേ? ഇല്ല, മയ്യത്ത് കുളിപ്പിച്ചവരായിരിക്കും കൊണ്ടിരിക്കുന്ന പലരും. മയ്യത്തിന്റെ ശരീരത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ, ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ ടച്ച് ചെയ്യണ പോലെയല്ല, മരവിച്ച ശരീരം അല്ലേ? മരവിച്ച ശരീരാണ്, ഒന്നിനും വഴങ്ങിത്തരാത്ത ശരീരമാണ്. ഇതാ നമ്മുടെയൊക്കെ റൂഹങ്ങൾ പോയി കഴിഞ്ഞുണ്ടാവുന്ന അവസ്ഥ. എന്നിട്ട് ഇതിങ്ങനെ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചു. 3 ദിവസം കഴിയുമ്പോ നല്ല കണ്ണുണ്ടായിരുന്ന സ്ഥലത്ത് പിന്നെ കണ്ണുണ്ടാവൂല ഇല്ലേ? നമ്മുടെ വയറിങ്ങനെ പൊട്ടും. ആ വയറ് വീർത്ത് പൊട്ടി സ്കെൽറ്റായിരുന്ന ആളുകളൊക്കെ കബറിലേക്ക് വെക്കുമ്പോൾ ആളുകൾ പറയും വലിയ കബറായി പോയത്. 3-4 ദിവസം കഴിയുമ്പോ അയാളെ കബർ നിറച്ചായിട്ടുണ്ട്. അയാളുടെ ശരീരം അതിങ്ങനെ ചേർത്ത് വീർത്ത് ആ കുടൽമാലകൾ വയറിനൊക്കെ പൊട്ടി കബർ നിറച്ചായിട്ടുണ്ട്. ഇങ്ങനെ ആകേണ്ട മനുഷ്യനാ പറയണേ, അഭിമാനം സമ്മതിക്കണില്ലാന്ന്, ഈഗോ സമ്മതിക്കണില്ലാന്ന്. സഹോദരങ്ങളെ, എന്നും ആകാം. മരിച്ചു കഴിഞ്ഞ പിന്നെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച നമ്മളൊക്കെ അങ്ങനെയാ. പുഴുക്കളും അതല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളും അതിനെയൊക്കെ കുഴിച്ചിട്ട സ്ഥലത്ത് പിന്നെ കുഴിച്ചു വെക്കുമ്പോ അതുങ്ങൾ അവിടെ ഇല്ലെങ്കിൽ, മനുഷ്യന്മാരെ നമ്മൾ അങ്ങനെ തന്നെ കബറിൽ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചാൽ പുഴുക്കൾ തിന്നാനുള്ള ശരീരമാ. ഈ ശരീരം വെച്ചിട്ടാ നമ്മൾ പറയണ അഭിമാനം സമ്മതിക്കണില്ല എന്ന്. സഹോദരങ്ങൾ, ഒന്ന് ആലോചിച്ചോ. പിണക്കങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ അവസാനത്തെ 10 ഞാൻ ഒരാളായിട്ടും പിണങ്ങിയിട്ടില്ല, പിണക്കില്ല, ഒരാളോട് എനിക്ക് വിദ്വേഷമില്ല എന്ന് ഒരു ചിന്തയും ഒരു
ചുരുക്കവും നമുക്ക് ഈ അവസാനത്തെ 10 ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉള്ളവരോട് സലാം പറഞ്ഞ് അൽഹംദുലില്ലാ ഒന്നുമില്ല, എനിക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പൊരുത്തം വാങ്ങാൻ പറ്റും. സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണെന്നറിയോ? അബൂബക്കറും ഫിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അബൂബക്കറെ താങ്കൾ സ്വർഗ്ഗത്തിലാണ്. ഒരിക്കലും ചോദിക്കുന്നുണ്ട്, ഇന്നാലൊരു അതിഥിയെ, ഒരു രോഗിയെ സന്ദർശിച്ചത് ഇങ്ങനെ ഇരിക്കണ സ്വഹാബത്തിന്റെ അടുത്ത് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് എന്നിട്ട് അനയാ റസൂലല്ലാഹ് എന്നാ പറഞ്ഞത്. റസൂൽ, ഞാൻ നോമ്പുകാരനാരാ? അനയാ റസൂലല്ലാഹ്, ഞാൻ സ്വതക്ക കൊടുത്ത അനയാ റസൂലല്ലാഹ്. നന്മയിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന സ്വഹാബിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകളാണ്, നമ്മുടെ ഉമ്മയാണ്, പ്രവാചകന്റെ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവിടത്തെ കുറിച്ച് ഒരു അപവാദം പറഞ്ഞു. ആരാന്നറിയോ? മിസ്തഹ് റളിയല്ലാഹു അൻഹു. ആരാ മിസ്തഹ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെലവിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ചെലവിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാം കൊടുക്കാനും ഉണ്ണാനും ഒക്കെ കൊടുക്കണ ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചെലവിൽ നിന്നാണ്. നോക്കിയ സ്വഹാബത്തൊക്കെ ആൾക്കാരെ ഏറ്റെടുത്തിരുന്നു. നമ്മള് ഇന്നൊരു പിരിവുണ്ടായ നാളൊരു പിരിവെന്ന് നമ്മൾ പറയും, എല്ലാ ദിവസവും പിരിവാണ്. മനസ്സിൽ ചോദിക്കാൻ പറ്റും, ഇന്നും പിരിവുണ്ടോ? ഞാനിങ്ങനെയാണ് ഈ പള്ളിയിലേക്ക് ഇട്ടോ. ചില ആളുകൾ പറയുന്നുണ്ട് ഇവിടെ ഇട്ടോ. നമ്മൾ പലയിടത്തും പോകണ്ടല്ലോ, പലയിടത്തും കാണുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ പള്ളിയിലേക്കൊന്നുമില്ല, കാരണം എല്ലാ ദിവസവും പിരിവ് അവിടെ. സഹോദരങ്ങൾ, കൊടുക്കണമെങ്കിൽ 10 രൂപയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് കൊടുക്കുക, കൊടുക്കണില്ലെങ്കിൽ വേണ്ട. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ അമല് കളയാൻ പാടില്ല. ഭയങ്കര ഭാരമായിട്ട് ഒന്നും കൊടുക്കേണ്ടെന്ന് സന്തോഷത്തോട് കൊടുക്കണം, സന്തോഷത്തോട് കൊടുക്കണം. ആയത്ത് കേട്ടിട്ടുണ്ടല്ലോ, 500 ഈത്തപ്പനെ വിളഞ്ഞു നിൽക്കണ തോട്ടാണ്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ശരിയാണ്? ശരിയാണ്. എങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോട്ടാണ് ആ മദീനത്തെ പള്ളിയുടെ മുമ്പിൽ ബൈറുവ എന്നുള്ള തോട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോയിരിക്കും, ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ തിന്നും. അല്ലാഹുവിന്റെ റസൂൽ അങ്ങേക്കും കൊണ്ടുവന്ന് തന്നെ നല്ല ഈത്തപ്പഴങ്ങൾ അവിടുന്ന് കൊണ്ടുവരില്ലേ, അത് ഞാൻ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാൻ തയ്യാറാണ്. ഒന്ന് പറയണം, ഇതാണ് സ്വഹാബത്ത്, ഇതാണ് സ്വഹാബത്ത്. ഇഷ്ടപ്പെട്ടത് പറിച്ചു കൊടുക്കും അള്ളാന്റെ മാർഗത്തിൽ, അവരാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന്, ഞാനിനി മിസ്തഹിന് ഒന്നും കൊടുക്കില്ല, കാരണം എന്റെ മകളെ കുറിച്ചാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എന്ത് പറഞ്ഞത്? വ്യഭിചാര ആരോപണം നടത്തിയത്. ഇനി മിസ്തഹിന് ഞാനൊന്നും കൊടുക്കില്ല എന്ന് പറയുന്നിടത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറുമ്പോ പരിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങുകയാണ്. ഏതാണ് ആയത്തെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂറിലെ ആയത്തിറങ്ങുന്നു. അല്ലാഹുവിന്റെ ചോദ്യം എന്താണെന്നറിയോ? അലാ തുഹിബ്ബൂൻ അയ്യഗ്ഫിറല്ലാഹു ലക്കും. അല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്ന വിഷയത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന ആയത്ത് ഇങ്ങനെ അവതരിക്കുമ്പോ ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബലാ വല്ലാഹി, അതേ അല്ലാഹ് തന്നെ സത്യം, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്നി ഉഹിബ്ബു അയ്യഗ്ഫിറല്ലാഹു ലീ, എനിക്ക് എന്റെ റബ്ബ് പുറത്തു തരുന്നതിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി വരികയാണ്. ആരുടെ അടുക്കലേക്കാണ്? മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ്. ഫറജഅ ഇലാ മിസ്തഹി അന്നഫഖത്തല്ലതി കാന യുൻഫിഖു അലൈഹി, അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മടക്കി കൊടുത്തു എന്നതാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഈ അവസാന 10 നമുക്ക് വേണ്ടത് വിട്ടുവീഴ്ചയാണ്, വിട്ടുവീഴ്ചയാണ്. ഞാൻ എൻ്റെ ക്ലാസിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ സഹോദരങ്ങളെ, രണ്ടാമത്തേത് നാം ഈ റമളാനിൽ അവസാനത്തെ 10 ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഈസാർ എന്ന് പറഞ്ഞ സ്വഭാവം. എന്താ ഈസാർ എന്ന് പറഞ്ഞാല്? എന്താണ് ഈസാർ എന്ന് പറഞ്ഞാല്? നമ്മേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളത്. അതാണ് ഈസാർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് റമളാൻ കൊണ്ട് നമുക്ക് കിട്ടണം. സൊമാലിയയില്
ഒരു ഷേഖിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം? 2-3 ദിവസം അത്താഴം കഴിക്കാതെ നോമ്പ് തുറക്കാതെ തുടർച്ചയായി നോമ്പെടുക്കാൻ പറ്റുമെന്നാ ചോദ്യം. എന്താ ചോദ്യം? അത്താഴം കഴിക്കാതെ നോമ്പ് തുറക്കാതെ തുടർച്ചയായി 3 ദിവസം നോമ്പെടുക്കണേന് ഇസ്ലാം വിരോധമുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയണേ മുമ്പ് ഷെയ്ഖ് ഇങ്ങനെ കരഞ്ഞു. കാരണം തിന്നാനുള്ള വിഭവം ഉണ്ടായിട്ട് കഴിക്കൂല എന്ന് പറഞ്ഞവരല്ല. അത്താഴം കഴിക്കാനൊന്നുമില്ല, നോമ്പ് തുറക്കാനുമില്ല. എങ്കിൽ അതിങ്ങനെ 3 ദിവസമൊക്കെ കഴിയുമ്പോഴേ എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും കിട്ടാം. അപ്പം അങ്ങനെ നോമ്പെടുത്താൽ ഇസ്ലാമിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നതാണ് ചോദ്യം. സഹോദരങ്ങളെ, നമ്മേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ പരിഗണിക്കുക. ഇവിടെയാണ് നമ്മുടെയൊക്കെ സ്റ്റുഡൻസിൻ്റെ കീഴിൽ നടക്കുന്ന ഈദ് കിസ്വയൊക്കെ നമ്മൾ മറന്നു പോകാതെ ചിന്തിക്കേണ്ടത്. നമുക്ക് 3 കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ 4 കുട്ടിയായി പരിഗണിക്കണം. 3 കുട്ടിയുള്ള മാതാപിതാക്കൾ, എനിക്ക് 4 കുട്ടിയുണ്ട്, ഒന്ന് ഏത് കുട്ടിയാണെന്നറിയോ? ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ ഏത് ദിവസവും മരിച്ചാൽ എൻ്റെ മക്കളും ഈദ് കിസ്വക്ക് വാങ്ങാൻ ഒരു പക്ഷേ കൈനീട്ടുന്നവരായേക്കാം. ഇന്ന് അവർക്ക് അൽഹംദുലില്ലാ ഞാനുള്ളത് കൊണ്ട്, അള്ളാൻ്റെ സഹായം ഉള്ളത് കൊണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ നാളെ മരിച്ചാൽ, എൻ്റെ ഭാര്യ നാളെ വിധവയായാൽ, എൻ്റെ മക്കൾ നാളെ യത്തീമുകളായാൽ, ഇങ്ങനെ ഈദ് കിസ്വയുടെ കൂപ്പൺ ഇങ്ങനെ വിതരണം ചെയ്യാൻ ഒരുങ്ങുമുണ്ടല്ലോ, നമ്മുടെ പേര് പറഞ്ഞിട്ട് എൻ്റെ മക്കൾക്ക് കൊടുക്കണോട്ടോ എന്ന് പറയുന്ന ദിനം വരൂല എന്ന് നമുക്ക് പറയാൻ പറ്റും സഹോദരങ്ങളെ? പറയാൻ പറ്റും? ഇല്ല. ഇവിടെയാണ് ഇതൊക്കെ വരണ മുമ്പ് നമ്മൾ പരിഗണിക്കണം. ഇതൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള, എൻ്റെ ഉപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ പെരുന്നാളിന് എനിക്ക് പുതിയ ഉടുപ്പുണ്ടായേനെ എന്ന് ചിന്തിക്കണ പാവപ്പെട്ട മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് ഒരു പുത്തനുടുപ്പ് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. സഹോദരങ്ങളെ, പെരുന്നാളിൻ്റെ സുദിനത്തിലേ നിങ്ങൾ ചെറിയ കുട്ടികൾ പുതിയ ഉടുപ്പിടുമ്പോൾ പെരുന്നാളിൻ്റെ രാവിലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ആ പുതിയ ഉടുപ്പിൻ്റെ ആ ടങ്കീസ് കെട്ടിയ പുതിയ ടാഗ് പോലെ ഒരു പൊട്ടിക്കൂല. ചില കുട്ടികൾ കരയും പൊട്ടിച്ചാൽ. എന്താ കാരണം? അവൻ്റെ വിചാരം ഇത് ഉടുപ്പിൻ്റെ ഒപ്പം ഉള്ളതാണ്, ഇത് പൊട്ടിക്കാൻ പാടില്ല എന്നാണ്. ആ ഉടുപ്പ് കിട്ടിയതിൻ്റെ സന്തോഷം അത് കണ്ട് പല മാതാപിതാക്കളും സന്തോഷിക്കാറുണ്ട്. എൻ്റെ പൊന്നുമോൻ്റെ സന്തോഷം, അവനിട്ട ചെരുപ്പൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ വലിയ ഗമയിലൊക്കെ നടക്കണത് ഇല്ലേ? സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ പല മക്കളും ഇല്ലാത്തവരുണ്ട്. ഇതൊക്കെ ആഗ്രഹിച്ച് ഒരു കുട്ടിക്ക് നമ്മുടെ വക ഒരു പുതിയ ഉടുപ്പ് കൊടുത്താലുണ്ടല്ലോ, അവിടെ ആ കുട്ടി പെരുന്നാളിൻ്റെ സുദിനത്തിൽ അതിങ്ങനെ ഇട്ടിട്ട് അവൻ്റെ ഉമ്മ പറയും, മോനെ ഇത് വാങ്ങിച്ചെന്നവർക്കൊണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അല്ല, ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായൊരു പ്രാർത്ഥന മതി സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും കിട്ടാൻ അത് മതി. ചിലപ്പോൾ നമ്മളുണ്ടാക്കിയ റമദാനിലെ എല്ലാ നന്മകളെക്കാളും വലുതായിരിക്കും ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് കിട്ടാം. അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കലേ ഒരു മനുഷ്യൻ വന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്ന മനുഷ്യനോട് അള്ളാൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അതിഥിയായി സ്വീകരിച്ചു. വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഒരു ദൂതനെ, വീട്ടിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ. അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല, പച്ചവെള്ളം മാത്രമേ ഉള്ളൂ എന്ന് ഭാര്യമാർ പറഞ്ഞു. അള്ളാൻ്റെ റസൂൽ ഇവിടെ ഒന്നുമില്ല, പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. അള്ളാൻ്റെ റസൂല് ചോദിച്ചു, എൻ്റെ അതിഥിയെ ആരുണ്ട് സ്വീകരിക്കാൻ? ഒരു സഹാബി, അൻസാരിൽപ്പെട്ട ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അനയാ റസൂലല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇവിടെ ഒരാൾ ഇന്നിപ്പോൾ നോമ്പറുള്ളതുകൊണ്ട് ഓക്കെ, അല്ലാത്തൊരു ദിവസം ഒരാളോട് വന്നു വിചാരിക്കുക, ആരപ്പോൾ ഇയാളൊന്ന് കൊണ്ടുപോവാ? നമ്മളെന്താ ചെയ്യുക? ഫോൺ എടുത്തുന്നത് പുറത്തേക്ക് ഇറങ്ങും, എന്നിട്ടോ വീട്ടിലേക്ക് വിളിച്ചു വയ്ക്കും അല്ലേ? നമ്മൾ ചോദിക്കൂലേ, എന്താടി അവിടെ ഉള്ളത്, എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ചിക്കൻ കറി മാത്രമേ ഉള്ളൂ. ചിക്കൻ കറി മാത്രമേ ഉള്ളൂ, എന്നാൽ വേണ്ട, നമ്മൾ പറയും മൂപ്പരെ കൊണ്ടുപോകണ്ട. നമുക്ക് 2-3 കാര്യങ്ങൾ വേണം, എന്നാലും നമുക്കത് സൽക്കാരായിട്ട് അയാളെ പരിഗണിച്ചെന്ന് തോന്നുള്ളൂ. ഇവിടെ ഈ മനുഷ്യൻ ചോദിക്കണമെന്നില്ല, അൻസാരിപ്പെട്ട സ്വഹാബി കൈപിടിച്ച് കൊണ്ടുപോവാണ്. എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയോട് ചോദിക്കുക, എന്ത് അല്ല എന്താ കഴിക്കാനുള്ളതെന്ന്. ഭാര്യ പറയാ, മക്കൾക്ക് കഴിക്കാനുള്ള കുറച്ച് സാധനം മാത്രമുണ്ട്, നമുക്ക് കഴിക്കാനുമില്ല. മക്കൾക്ക് കഴിക്കാനുള്ളുണ്ട്, നമുക്ക് കഴിക്കാനില്ല. ഈ മനുഷ്യൻ പറഞ്ഞെന്താണെന്നറിയോ? എന്നാൽ ഞാൻ വേറെ ആരെങ്കിലും നോക്കട്ടെ എന്നല്ല, മക്കളെ നീ വേഗം കിടത്തി ഉറക്കണം, എന്നിട്ടോ ഞാനും ഈ അതിഥിയും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വിളക്കണക്കണം.
എൻ്റെ പാത്രവും അദ്ദേഹത്തിൻ്റെ പാത്രവും അടുത്തു വെക്കണം. ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരിക്കും. അദ്ദേഹം കഴിക്കും. വെളിച്ചില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഞാൻ കഴിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അദ്ദേഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സംതൃപ്തി കൊണ്ട് അദ്ദേഹം നന്നായി ഉള്ളത് കഴിക്കും. അങ്ങനെ രാത്രി അദ്ദേഹം അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ പ്രവാചകന്റെ അടുക്കലേക്ക് മനുഷ്യൻ ചെല്ലുമ്പോൾ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി എന്താ നിങ്ങൾ ചെയ്തേ? കാരണം അള്ളാഹ് പോലും നിങ്ങളുടെ പ്രവർത്തനത്തിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അള്ളാഹ് പോലും നിങ്ങളുടെ പ്രവർത്തനത്തിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. തങ്ങൾക്ക് അവിടെ മക്കള് പട്ടിണിയില്ല, ഭാര്യ പട്ടിണിയില്ല, ഭർത്താവ് പട്ടിണിയില്ല. എന്നിട്ട് ആ പുറത്തുനിന്ന് വിശന്ന് വന്ന ഒരാൾക്ക് എന്ത് ചെയ്തത്? വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച്. ഇതിനെയാണ് ഈസാർ എന്ന് പറയാം. ഈ ക്വാളിറ്റി ഈ റമദാനിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്നറിയോ? ഒരു എല്ലാവരും സ്വന്തത്തിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അയൽവാസിയുടെ പേര് പോലും അറിയാത്ത ആളുകളായിട്ടാണ് തലമുറകൾ മാറിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് നമ്മൾ ഈസാർ എന്ന സ്വഭാവം നമുക്ക് ഈ അവസാന 10 നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. ഒരു ഗ്ലാസ് വെള്ളം എടുത്തപ്പോൾ വേറൊരാൾ വെള്ളം എടുക്കാൻ വേണ്ടി എടുത്തു, ഞാൻ വേറെ എടുത്തോളാം. എന്തൊരു സ്വഭാവം! നല്ല സ്വഭാവമാണത് അല്ലേ? വേറൊരാൾ എടുത്തിട്ട് നീ വേറെ എടുത്തോട്ടോ എന്നാ ഇപ്പോൾ പറയുന്നത്. മനസ്സിലായില്ല? അതല്ല, അയാൾക്ക് നമ്മൾ ഖിദ്മത്ത് എടുത്തു കൊടുക്കുക, മറ്റുള്ളവർക്ക് നമ്മൾ സഹായിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ, അല്ലെ? അള്ളാന്റെ റസൂൽ പറയാം, നിങ്ങൾ ഒരാൾ മുഅ്മിനാകൂല ഏതുവരെ? നിങ്ങളുടെ സഹോദരനിൽ നിങ്ങൾക്കുള്ളത് കാണുന്നത് ഇഷ്ടപ്പെടുന്നത് വരെ. നമ്മളൊരു കാറ് വാങ്ങിയപ്പോൾ നമ്മുടെ ചിന്ത എന്തായിരുന്നു? ഇതുപോലത്തെ ഒരു കാറ് വേറൊരാളും വാങ്ങാൻ പാടില്ല. നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. ഒരു മൊബൈൽ വാങ്ങിയപ്പോൾ നമ്മൾ ചിന്തിച്ചെന്താ? ഈ മൊബൈൽ എനിക്ക് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയല്ല മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു പുതിയ മൊബൈൽ വാങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അപ്പുറത്തുള്ളവൻ്റെ അടുത്ത് അല്ലാഹു അവനും വാങ്ങാനുള്ള ഒരു തൗഫീഖ് കൊടുക്കണേ. അങ്ങനൊരു ഇഷ്ടം, ഒരു പ്രാർത്ഥന, അങ്ങനെ ഒരു കൊതി. നമ്മളിങ്ങനെ ചോരാത്ത വീട്ടിലെ AC ഒക്കെ വെച്ച് തണുത്തിങ്ങനെ കിടക്കുമ്പോൾ ആ കിടക്കണിടയിൽ നിങ്ങൾ ആലോചിക്കുക, നമ്മളെന്ത്, എൻ്റെ സുഹൃത്ത് പാവം, എൻ്റെ വീട് റബ്ബേ, അവന് ഇതുപോലത്തെ ഒരു സൗകര്യം നീ കൊടുക്കണോട്ട് റബ്ബേന്ന്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന പ്രയത്നങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ നടത്തുക. ഇതൊക്കെ ആണ് ഈസാർ എന്ന് പറയുന്നത്. ഒരിക്കല് അള്ളാന്റെ റസൂലിൻ്റെ വീട്ടിലേക്ക് ഒരു ഉമ്മയും 2 കുട്ടികളും കടന്നു വരുന്നുണ്ട്. നമ്മുടെ സമയത്തിനൊക്കെ നമ്മൾ നിർത്താറ് 20 നിർത്തൂലേ? ഒരു ഉമ്മയും 2 മക്കളും കടന്നു വരുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. 36 ബാങ്ക്. അവിടെ സൗകര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാർ നിങ്ങൾ ചെന്നിട്ട് വേണോ? വേണ്ട. അപ്പോൾ അൽഹംദുലില്ലാഹ്, കുഴപ്പമുണ്ടാവില്ല അല്ലേ? ഒരു 5 മിനിറ്റും കൂടി എടുത്തിട്ട് നിർത്താം. ഒരു ഉമ്മയും 2 പെൺകുട്ടികളും കടന്നു വരുന്നുണ്ട്. ഈ ഉമ്മ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വീട് മുഴുവൻ നോക്കി. കിട്ടിയത് ഇത്തപ്പന ഓലകൾക്കിടയിൽ നിന്നൊരു കാരക്കയാണ്. ആ കാരക്ക ഉമ്മാന്റെ കയ്യിലേക്ക് കൊടുത്തു. ഉമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ കാരക്ക 2ആയി പിളർത്തി 2 പെൺകുട്ടികൾക്കും വീണ്ടും കഷ്ണങ്ങളായി കൊടുത്തു. ഇത് കൊടുത്തപ്പോൾ ഈ പെൺകുട്ടികൾ വേഗം വായിലേക്ക് ഇട്ടു. അതിങ്ങനെ തിന്നാൻ തുടങ്ങി. ഉമ്മ ഇത് കണ്ട് സന്തോഷത്തോടെ ഉമ്മാന്റെ കയ്യിലിരുന്നത് വായിലേക്ക് ഇടാൻ നോക്കിയപ്പോൾ വീണ്ടും ആ കുട്ടികൾ കൈ കയറി പിടിച്ചു ഉമ്മാന്റെ. ഉമ്മ ഇനിയും വേണം, ഇനിയും വേണം. ഉമ്മ ഒന്നും നോക്കിയില്ല. ഈ കഷ്ണം വീണ്ടും 2ആക്കി 2 പിള്ളേർക്കും കൊടുത്തു. സഹോദരങ്ങൾ, ഇതിൻ്റെ പേരാ ഈസാർന്ന്. തനിക്ക് വിശപ്പും തനിക്ക് ആവശ്യവും ഉള്ളപ്പോൾ അതെന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് വീതം വെക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇതിൻ്റെ പേരാ ഈസാർ. ഈ ഈസാർ ഈ റമദാൻ കൊണ്ട്, ഇതിൻ്റെ അവസാന 10 കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. സഹോദരങ്ങളെ, നമുക്ക് ഈദ് കിസ്വയിൽ പങ്കെടുക്കാൻ പറ്റണം. 1300 രൂപയാണ്. അതേപോലെ തന്നെ സക്കാത്തിൻ്റെ മുതൽ നമ്മുടെ സമ്പത്തിൽ കൂടിക്കലർന്നാൽ, എത്ര ഹറാമില്ലാതെ ഉണ്ടാക്കിയ സമ്പത്താണെങ്കിലും, സക്കാത്ത് കൊടുക്കാത്ത സമ്പത്താണെങ്കിൽ അത് ഹറാമാണ്. മനസ്സിലായോ? സക്കാത്ത് ഒരാൾ പലിശ വാങ്ങിയിട്ടില്ല, ഒന്നുമില്ല, എല്ലാ ഹലാലായ മാർഗത്തിലാണ് കച്ചവടം തുടങ്ങിയത്. പക്ഷെ അയാൾ സക്കാത്ത് കൊടുക്കണില്ലെങ്കിലോ, കൊടുക്കാണ്ടവനാണ്, പക്ഷെ കൊടുക്കണില്ലെങ്കിലോ അയാളുടെ സമ്പത്ത് ഹറാമാണ്. കാരണം സക്കാത്തിൻ്റെ പാവപ്പെട്ടവൻ്റെ അവകാശം ആ സക്കാത്തിൽ കൂടിക്കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊക്കെ പറയാൻ എന്താണെന്നറിയോ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ
പാവപ്പെട്ടവൻ്റെ എന്തല്ല, ഔദാര്യമല്ല, അവൻ്റെ അവകാശമാണ്. അവൻ്റെ അവകാശമാണ്. അതിങ്ങനെ എങ്ങനെയെങ്കിലും ഒരു 100 രൂപ എന്നൊരു കൊടുക്കുക, 10 രൂപ അപ്പുറത്ത് കൊടുക്കുക, വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു 500 രൂപ കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ സക്കാത്ത് ആൾക്കാർ വീതം വെച്ചുകൊണ്ടിരിക്കണേ. എന്നിട്ടോ നാളെ കാണുമ്പോൾ ചിരി മറ്റേ ആൾ, കാരണം അടുത്ത റമദാനിലും കിട്ടണം. ഇങ്ങനെ സിസ്റ്റം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. സഹോദരങ്ങൾ, അതൊക്കെ നമുക്ക് കുറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ കൊടുത്തൊരാൾ നമ്മളെ കണ്ട് ചിരിച്ചില്ലെങ്കിലോ നമ്മളെ പിശാച് പറയും, എന്തപ്പോൾ അവൻ ചിരിക്കായിരുന്നേ, നീ കൊടുത്തല്ലേ, ഒന്ന് ചിരിക്കണ്ടായിരുന്നു, ഒരു സലാമെങ്കിലും പറയണ്ടായിരുന്നു, മൂപ്പര് എന്താ പറയായിരുന്നേ. പിശാചേ നമ്മളെ വന്ന് തോന്നിപ്പിക്കും. ഇതൊക്കെ അപകടമാണ്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ ആ സിസ്റ്റം, സംഘടിത സക്കാത്തിൻ്റെ സിസ്റ്റം വരുന്നത്. വൈറ്റില ഭാഗത്ത് ഒരു സക്കാത്ത് സിസ്റ്റത്തിലൂടെ, സംഘടിത സക്കാത്തിൽ ഉണ്ടായ പണം ഒരു ജോലി ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഉന്തുവണ്ടി വാങ്ങിക്കൊടുത്തു. ഒരു ഉന്തുവണ്ടി. അയാൾ അതിൽ കുറേ പച്ചക്കറിയൊക്കെ വാങ്ങി മാർക്കറ്റിൽ ചെല്ലും, രാവിലെ അതൊക്കെ നിറച്ച് അയാൾ എന്ത് ചെയ്യും, വീട് വീടാന്തരം കയറി ഉന്തി വിൽക്കും. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സക്കാത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ റമദാനിൽ വന്ന് നിൽക്കണം. അപ്പോൾ അതിൻ്റെ സെക്രട്ടറി ചോദിച്ചു, അല്ല ഈ പ്രാവശ്യം നിങ്ങൾക്ക് സക്കാത്ത് വേണ്ടതുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സക്കാത്ത് വാങ്ങാൻ വേണ്ടി വന്നല്ല, ഞാൻ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി വന്നതാ. കാരണം എന്താ, 595 ഗ്രാം വെള്ളിക്ക് സമാനമായൊരു തുക. അതിപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണോ, 50,000 ആണെങ്കിൽ 50,000, 60,000 ആണെങ്കിൽ 60,000. അതിൽ കൂടുതൽ ഒരു വർഷത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിച്ച് ബാക്കി നീക്കിയിരിപ്പുണ്ടെങ്കിൽ അയാൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, 2.5% സക്കാത്ത് കൊടുക്കണം. അത് അവൻ്റെ അല്ല, അത് പാവപ്പെട്ടവൻ്റെയാണ്. ഇപ്പം ഇയാളുടെ കയ്യിൽ 1000 രൂപ ഇയാൾ കൊണ്ടു നടക്കണേ, അല്ലെങ്കിൽ 1500 രൂപയാണ്, ഇതെൻ്റെ സക്കാത്താണ് കേട്ടോ, ഇത് പിടിച്ചോ. ഇതാണ് സക്കാത്ത് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. അതാണ് ഈ വ്യക്തിപരമായി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണത്, ഉണ്ടാകണ അവസ്ഥ. അതുകൊണ്ട് ഈ സക്കാത്ത് സെല്ലിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ സക്കാത്ത് കണക്കുകൂട്ടി. കഴിഞ്ഞ ദിവസം ഒരാൾ കൃഷിയുടെ സക്കാത്തിനെ കുറിച്ച് സംശയം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനത് ഒരു കമ്മട്ടത്തിലാണ് കൊടുക്കുകയാണ്. കമ്മട്ടത്തിൽ കൊടുക്കാനുള്ളതല്ല സക്കാത്ത്. പിന്നെ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കറിയാം എൻ്റെ സ്വത്ത് എത്ര ഉണ്ടെന്ന്, എൻ്റെ ക്യാഷ് എത്ര ഉണ്ട്, എൻ്റെ വരുമാനം എത്ര ഉണ്ടെന്ന് അയാൾക്ക് അറിയും. അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണ്ടേ. അല്ല കമ്മട്ടിത്തിൽ നിന്ന് ഇത്ര ഉണ്ടാവും എന്ന് വിചാരിച്ച് കൊടുക്കേണ്ട ഒരു അതല്ല. കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ട് ഒരു വിശ്വാസിക്ക്. അതാണ് അവൻ്റെ സക്കാത്തിലൂടെ നടക്കണതും. അത് ശ്രദ്ധിക്കുക. 2-3 കാര്യങ്ങൾ അറിയിക്കാണ്ട് സഹോദരങ്ങളെ. നമ്മുടെ പള്ളി പരിപാലന ഫണ്ടുകൾ ഇവിടെ സജീവമായി നടക്കുന്നുണ്ട്. പലരും അതിൽ ഇടപെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അതൊക്കെ ആഗ്രഹിക്കുന്നവർ ആ പള്ളി ഫണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യമായി സഹായിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ സജീവമായി ക്ലാസ്സുകൾ നടക്കുന്ന ഒരു പള്ളിയാണ് അൽഹംദുലില്ലാ നമ്മുടെ പള്ളി. അല്ല, റമദാൻ കഴിഞ്ഞാലും റമദാൻ കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല. റമദാൻ കിട്ടിയ ഈമാനും ഇഖ്ലാസും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ നിലനിർത്താൻ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്യുക, നിങ്ങൾ തദബ്ബായി എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് സംഘടിപ്പിക്കുന്നു. നമ്മുടെ കുടുംബിനികൾ എന്ത് ചെയ്യണം, അതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ ശനിയാഴ്ചയും കുട്ടികൾക്ക് CRE എന്ന രൂപത്തിൽ മദ്രസ പ്രായം കഴിഞ്ഞ 10ലും 8ലും +2ലും ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകമായ ക്ലാസ് ഉണ്ട്. സഹോദരങ്ങളെ, ഏറ്റവും വലിയ പരിഹാരം ലഹരിയിൽ നിന്ന്, അധാർമികതയിൽ നിന്ന്, തിന്മയിൽ നിന്ന് മക്കളെ തിരിച്ചു പെണ്ണുമാണായിരിക്കണം. ഒരു +2ന് പഠിക്കുന്ന കുട്ടികളാണ്, പെണ്ണുമാണ്. എന്നിട്ടോ ആ സീറ്റിലിരുന്നപ്പോൾ ഈ പെണ്ണ് ഈ ചെറുക്കനോട് പറയണ ഓരോ കാര്യങ്ങൾ കേട്ട് നമുക്ക് നാണിച്ചു പോകുന്ന വർത്തമാനങ്ങളാണ്. ഞാൻ അങ്ങനെ വിചാരിച്ചു ഇനി വല്ല കല്യാണം കഴിഞ്ഞവരാണെന്ന്. അവസാനം ചോദിച്ചു പിടിച്ചു വന്നപ്പോഴാണ് +2ന് പഠിക്കണ, ഓരോ കോളേജിൽ പഠിക്കണ, ദൂരത്ത് പോയി പഠിക്കുന്ന 2 കുട്ടികളാണ്. 2 മുസ്ലിം സമൂഹത്തിൽപ്പെട്ടതാണ്. ആലോചിച്ച് നോക്കി, വേദനിപ്പിക്കുന്ന കാര്യമാണ്. ചോദിച്ച് വാപ്പാനെ കുറിച്ചൊക്കെ പെണ്ണ് നന്നായിട്ട് പറയുന്നുണ്ട്. വാപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. ഞാൻ ചോദിച്ചു, നിനക്ക് ഇഷ്ടമല്ലല്ലേ? അപ്പോൾ എന്തേന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കോപ്രായൊന്നും കാണിക്കില്ലല്ലോ നീ, വാപ്പയ്ക്ക് എത്ര പ്രതീക്ഷയിലാണ് നിന്നെയൊക്കെ വളർത്തണേ. ഇതൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ ഒന്ന് ഒതുങ്ങി. ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ കൈവിട്ടാലേ നമ്മുടെ മക്കളിങ്ങനെ വെറുതെ പറന്ന് നടക്കേണ്ടവരല്ല. കൈവിട്ടാലും അള്ളാഹുവിനെ ബോധ്യപ്പെട്ട് തഖ്വയിൽ ജീവിക്കാനുള്ള സന്ദേശങ്ങളും ദീനും ഒക്കെ അവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് സലഫുകൾ മക്കളെ വളർത്തിയത് എന്തു കൊടുത്തെന്നറിയോ? അള്ളാഹു റഅീന, അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് കേട്ടോ മക്കളെ, അള്ളാഹു നമ്മളെ കേൾക്കുന്നുണ്ട് കേട്ടോ, അള്ളാഹ് നമ്മളെ അറിയുന്നുണ്ട് കേട്ടോ എന്ന് പഠിപ്പിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ, അവസാന 10 എഅ്തികാഫിലൂടെ
രാത്രി നിസ്കാരങ്ങളിലൂടെ, ഖുർആൻ പാരായണങ്ങളിലൂടെ ഒക്കെ. ഒറ്റക്കല്ലട്ടോ. അഹ്യ ലൈല വ ഐഖള അഹ്ല. തൻ്റെ മക്കളുടെ കൈപിടിച്ച്, തൻ്റെ ഭാര്യയുടെ കൈപിടിച്ച് അവളെ വിളിച്ചുണർത്തി അവളെയും ഇബാദത്തിൽ സജീവമാക്കിയൊക്കെ നമ്മൾ ഈ ഒരു അവസാന 10 ഹയാത്തിലാക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത അമലു സ്വാലിഹാത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഫലസ്തീനിലെ ജനങ്ങൾക്ക് അല്ലാഹു അവൻ്റെ സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, എത്ര പ്രയാസമാണ് അവിടെയുള്ളവർ അനുഭവിക്കണം, നമ്മൾ കേൾക്കണം അല്ലേ? എത്ര മക്കളാണ് മരണപ്പെട്ട് കിടക്കുന്നത്, എത്ര ബാപ്പമാരാണ് മരിച്ചു പോയത്. നമ്മുടെ മക്കളും കുടുംബവും ഭാര്യയൊക്കെ ആയിട്ട് ഒരുമിച്ചിങ്ങനെ നമ്മളിങ്ങനെ കഴിയുമ്പോണ്ടല്ലോ, ഇനിയും അജ്ഞതയിൽ ജീവിക്കണവരുണ്ടെങ്കിൽ, ഇനിയും ദീനും ഒന്നും ശ്രദ്ധിക്കാതെ അലസതയിൽ ജീവിക്കണുണ്ടെങ്കിൽ അവരൊക്കെ ഇനി എന്നാ നന്നാകാ എന്നൊന്ന് ആലോചിക്കണം സഹോദരങ്ങൾ. ഇത്രയൊക്കെ മുമ്പിൽ പല ദൃഷ്ടാന്തങ്ങളും കണ്ടിട്ടും ഇനിയും ലോകം തിരിയാതെ റബ്ബിനെ ഭയക്കാതെ ജീവിക്കണുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.